നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഫിറ്റ് പൾസ് 4 എന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോയ്സിന്റെ ഒട്ടുമിക്ക വാച്ചസ് ഇപ്പം നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രാപ്പിൽ വാങ്ങിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലും സിലിക്കൺ സ്ട്രാപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ മെഷ് മെറ്റൽ സ്ട്രാപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. മെഷ് മെറ്റൽ സ്ട്രാപ്പ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു 300 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രോഡക്ടറി ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് മികച്ച ഓഫറിൽ ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓഫർ ലിങ്ക് ഡീറ്റെയിൽ എല്ലാം ഞാൻ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ ഇൻട്രോഡക്ടറി ഓഫർ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഈ ഒരു വാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം. ബോക്സിന് മുകളിലായിട്ട് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ മോഡൽ നെയിം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് ഒരു മെഷ് മെറ്റൽ മോഡലാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സിലിക്കൺ മോഡലാണ് വേണ്ടതെങ്കിൽ, അതായത് സ്ട്രാപ്പ് സിലിക്കൺ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു വേരിയൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിവേ നമുക്ക് ഈ ഒരു മെഷ് മെറ്റൽ വേരിയൻ്റ് തന്നെ ആദ്യം ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ അവൈലബിൾ ആണ്. പിന്നെ പിറകിലോട്ട് വരുമ്പോഴും നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ നല്ലൊരു ഇമേജ് കാണാം, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ്. പിന്നെ പല ആളുകൾക്കുള്ള സംശയം ഈ ഒരു കസ്റ്റമർ കെയർ ആയിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ MRP ഡീറ്റെയിലും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാനായിട്ടുള്ള ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തന്ന ലിങ്ക് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഓഫർ ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മെയിൻ യൂണിറ്റ് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി പേപ്പർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസ് യൂഷ്വൽ നമുക്കൊരു വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാർഡ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റിക്കർ വർക്ക്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കുറേ സ്റ്റിക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള ഒരു QR കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവാർഡ് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിനായിട്ട് ഇത്തരത്തിലൊരു ചാർജിങ് കേബിളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേരിയന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് മെഷ് മെറ്റൽ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു സിലിക്കൺ സ്ട്രാപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 1.85 ഇഞ്ചസിന്റെ ഒരു അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. 390x450 ഹൈ റെസൊല്യൂഷൻ ഈ ഒരു വാച്ചിൽ വന്നിട്ടുണ്ട്. 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് ഞാൻ ഇങ്ങനെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് വിയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ഈ ഒരു സ്ട്രാപ്പ് നിങ്ങളുടെ കൈ ഏത് സൈസിലാണെങ്കിലും ഈ ഒരു മാഗ്നറ്റിക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു സ്ട്രാപ്പിന്റെ സൈസിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഫാറ്റ് ആണെങ്കിലും ലീൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിൽ വിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്യാം. സിലിക്കൺ സ്ട്രാപ്പോട് വന്നിട്ടുള്ള വേരിയന്റ് ഇതാണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം നോയ്സിന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഹോൾസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിയർ ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. മാത്രമല്ല പിറകിലായിട്ട് നമുക്ക് സെൻസർ, അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ സ്പീക്കർ, അതുപോലെ ചാർജിങ് പോയിന്റ് അതൊക്കെ കാണാനായിട്ട് പറ്റും. നോയ്സിന്റെ ബ്രാൻഡിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പവർ ഓൺ ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് ഫിറ്റ് എന്ന ആപ്പാണ് നമുക്കിതിന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വേരിയന്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത്. സ്ട്രാപ്പിൽ മാത്രമേ ഈ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു 300 റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് സിലിക്കൺ സ്ട്രാപ്പ് തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 2499 ഇത് ഓഫർ പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നോയ്സ് ഫിറ്റ് ആപ്പിന്റെ ഇന്റർഫേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ ഓപ്ഷൻസ് ഇതിൽ കാണാനായിട്ട് പറ്റും. വാച്ച് പെയർ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി പെയർ യുവർ ഡിവൈസ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാച്ച് ഒന്ന് ബട്ടൺ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ വാച്ച് ഇതിൽ ഡിറ്റക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഒരു പെയറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയന്റ് 5.3 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാച്ചിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പെയറിംഗ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്പിൽ നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാച്ചിന്റെ ഫസ്റ്റ് ഇന്റർഫേസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കിലുള്ള വാച്ച് ഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൾസ് 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് എനേബിൾ ചെയ്യണം. കോൺടാക്ട്സ് പെർമിഷൻസ് എല്ലാം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കോൾസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. വാച്ച് ഫേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ക്രിയേറ്റ് യുവർ ഓൺ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജ് ഇതിൽ വാച്ച് ഫേസ് ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കോൾ ചെയ്യുന്ന നമ്പർ ഇത്തരത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് സൈലന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെയാണ്. സ്ക്രീൻ ടൈം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റിംഗ് ടോൺ വൈബ്രേഷൻ ഉണ്ട്, റിസ്റ്റ് അവൈക്ക് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. DND മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ മെനു വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പവർ ഓപ്ഷൻ ഒക്കെ ഇതിലാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മെനു ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാം. നോയ്സ് ബസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതിൽ നമുക്ക് ആഡ് ചെയ്ത് വെച്ച കോൺടാക്ട്സ് കാണാം, കോൾ ഹിസ്റ്ററി കാണാം, ഡയൽ പാഡൊക്കെ കാണാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോൾ ഇനീഷ്യേറ്റ് ചെയ്യാം. കോൺടാക്ട്സ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച നമ്പറിലേക്കാണ് വിളിക്കേണ്ടതെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നൊരു കോൾ ഇനീഷ്യേറ്റ് ചെയ്യാണ്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ജിയോ നെറ്റ്വർക്ക് ആണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസ് എന്ന് പറയുന്നത് ഈ ഒരു വാച്ചിൽ നിന്നുള്ള വോയിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിച്ച ആൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു വാച്ചിൽ നിന്നുള്ള വോയിസ് ആണ്. ഇവിടെ നമുക്കിത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൗഡ് സ്പീക്കർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പബ്ലിക് പ്ലേസിൽ ചെന്നുകൊണ്ട് ഈ ഒരു വാച്ച് വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഹലോ, ഞാൻ ഒരു വാച്ചിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്. വോയിസ് എങ്ങനെയുണ്ട്? ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, വാച്ചിൽ നിന്നാണ് വിളിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലേ? ശരി, എന്നാ ഞാൻ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ വിളിച്ച ആൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത നെറ്റ്വർക്ക് ജിയോ ആണ്. മാത്രമല്ല ഈ ഒരു വാച്ച് കൊണ്ട് നമുക്ക് പബ്ലിക് പ്ലേസിലൊക്കെ പോയിട്ട് കോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് യു വിൽ ഹാവ് ടു ടെസ്റ്റ് ദാറ്റ് വൺ. പക്ഷേ ചില സമയത്തൊക്കെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ഫോൺ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് വഴി നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടൊക്കെ സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോളിംഗ് ഫീച്ചർ വളരെ പെർഫെക്റ്റ് ആണ്. സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. മാത്രമല്ല ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓഡിയോ കേൾക്കാനും അതുപോലെ തന്നെ ആ ഒരു എൻഡിലുള്ള ആൾക്കും നല്ലപോലെ വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും. സോ കോളിംഗ് എക്സ്പീരിയൻസ് ഈസ് ഓസം. നോയ്സ് ഫിറ്റ് ആപ്പിൽ ലഭിക്കുന്ന ഏറ്റവും കൂളസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് IPLന്റെ സ്കോർ നമുക്ക് ലൈവ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഡൽഹി ഗുജറാത്ത് മാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഒരു മെഷ് മെറ്റലിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പ് തന്നെയാണ്. സോ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാപ്പ് ഒന്നുകൂടെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ, അപ്പോൾ ആ ഒരു സ്ട്രാപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പ് ആയാലും പ്രശ്നമൊന്നുമില്ല. ക്ലോക്ക് ഓപ്ഷൻ ഉണ്ട്, വർക്കൗട്ട് ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമുക്ക് സ്പോർട്സ് റെക്കോർഡ് ഇതിൽ കാണാനായിട്ട് പറ്റും. റിമൈൻഡേഴ്സ്, മ്യൂസിക്, വെതർ, വാച്ച് ഫേസസ്, ഫ്ലാഷ് ലൈറ്റ്, കാൽക്കുലേറ്റർ, സെറ്റിംഗ്സ്, ഇതൊക്കെയാണ് ഈ ഒരു മെനു ഓപ്ഷനിൽ വരുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിൻഡോ ആണ്. നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനും ഇതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ റൈറ്റിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്താലും അതേ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഹെൽത്ത് ഫീച്ചേഴ്സ് നമുക്ക് ഒട്ടനവധി ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നോയ്സ് കളർ ഫിറ്റ് പൾസ് 4 എന്ന ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വാച്ച് മികച്ച ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. 2 മോഡലിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ട്രാപ്പിന്റെ കാര്യത്തിലാണ് ആ ഒരു വേരിയേഷൻ ഉള്ളത്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും നമ്മുടെ അബ്ദുൽ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.